പതിറ്റാണ്ടുകളായി ഇരുമുന്നണികൾ മാറി മാറി ഭരിച്ച കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ആചാരങ്ങളും കണക്കുകളും തിരുത്തിക്കുറിച്ചുകൊണ്ട് അത്ഭുതങ്ങളുടെ വസന്തം വിരിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ താമര വിരിയില്ല എന്ന് വിധി എഴുതിയവർക്കും അക്കൗണ്ട് പൂട്ടുമെന്ന് പരിഹസിച്ചവർക്കും മുൻപിൽ ചുവപ്പിന്റെയും നീലയുടെയും കോട്ടകൾ തകർത്തെറിഞ്ഞ് മൂന്നിടങ്ങളിലാണ് കാവിപ്പട വിജയക്കൊടി പാർപ്പിച്ചത്. ഇതൊരു വെറും ജയമല്ല, നിശബ്ദമായി ഒഴുകിയ ഒരു അടിയൊഴുക്കിന്റെ വികസന മോഹങ്ങളുടെ മാറ്റി ചിന്തിക്കാൻ തയ്യാറായ ഒരു ജനതയുടെ ഉറച്ച ശബ്ദമാണ്. നേമവും കഴക്കൂട്ടവും ചാത്തന്നൂരും ഇന്ന് വെറും മണ്ഡലങ്ങളല്ല, മറിച്ച് കേരളം ആഗ്രഹിക്കുന്ന പുതിയ രാഷ്ട്രീയ ദിശയുടെ അടയാളങ്ങളാണ്. ഭരണസിരാ കേന്ദ്രത്തിന്റെ പടിവാതിൽക്കൽ നിന്ന് മുഴങ്ങുന്ന ഈ മാറ്റത്തിന്റെ ശങ്കുലി ഇനി കേരളത്തിലുടനീളം പ്രതിധ്വനിക്കും. ഇന്നലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ 6 ഇടങ്ങളിലാണ് BJP രണ്ടാമതെത്തിയത്. ഒരക്കൗണ്ടെങ്കിലും തുറന്നാൽ മതിയെന്നായിരുന്നു BJPയുടെ പ്രതീക്ഷ. പക്ഷെ UDF സുനാമിക്കിടയിലും വിരിഞ്ഞത് 3 താമര. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ നേമത്ത് ശിവൻകുട്ടിയെ തോൽപ്പിച്ച് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടക്കം മുതൽ ഒടുക്കം വരെ ലീഡ് നിലനിർത്തി. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പോരാട്ടം നടന്ന മണ്ഡലമാണ് നേമം. മുൻപ് ചരിത്രത്തിൽ ആദ്യമായി BJP പ്രതിനിധി കേരള നിയമസഭയിലേക്ക് എത്തിയ മണ്ഡലം കൂടിയാണ് നേമം നിയോജക മണ്ഡലം. വോട്ടെണ്ണി തുടങ്ങിയത് മുതൽ തന്നെ BJP ആധിപത്യം തുടർന്ന മണ്ഡലമായിരുന്നു നേമം. വി ശിവൻകുട്ടിയായിരുന്നു പ്രധാന എതിരാളി. 39,147 വോട്ടാണ് ശിവൻകുട്ടിക്ക് ഇവിടെ നേടാനായത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന KS ശബരിനാഥന് 23,099 വോട്ടും നേടാനായി. രണ്ടാം പിണറായി സർക്കാരിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായ വി ശിവൻകുട്ടിയും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും UDFന് വേണ്ടി KS ശബരിനാഥും കളത്തിലിറങ്ങിയപ്പോൾ ത്രികോണ മത്സരം തന്നെയാണ് നേമത്ത് നടന്നത്. കോർപ്പറേഷനിലെ 23 വാർഡുകൾ ഉൾപ്പെടുന്നതാണ് നേമം മണ്ഡലം. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിലെത്തിയ BJPക്ക് നേമം മണ്ഡലത്തിൽ ഉൾപ്പെടെ വാർഡുകളിൽ 6000-ലേറെ വോട്ടിന്റെ മേൽക്കൈയാണ് നേടാൻ പറ്റിയത്. ഈ ആത്മവിശ്വാസത്തിലാണ് പാർട്ടി അധ്യക്ഷൻ തന്നെ രംഗത്തിറങ്ങിയത്. 2016 O രാജഗോപാൽ BJPക്ക് വേണ്ടി ആദ്യമായി നിയമസഭയിലേക്ക് അക്കൗണ്ട് തുറക്കുകയായിരുന്നു. UDF ഘടകകക്ഷി സ്ഥാനാർത്ഥിയായ വി സുരേന്ദ്രൻ പിള്ളയ്ക്ക് 9.7% വോട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. UDFന് ലഭിക്കേണ്ടിയിരുന്ന വോട്ട് BJPക്ക് പിടിച്ചത് മൂലമാണ് രാജഗോപാലിന് 47.46% വോട്ട് ലഭിച്ചത്. വി ശിവൻകുട്ടിക്ക് 41.39% വോട്ടാണ് 2016 ലഭിച്ചത്. മുഖ്യ പാർട്ടിയുടെ ശക്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുന്നതിനു പകരം ഘടകകക്ഷികളുടെ ദുർബലനായ സ്ഥാനാർത്ഥിയെ UDF മത്സരിപ്പിച്ചതിലൂടെയുണ്ടായ സാഹചര്യം അനുകൂലമാക്കിയാണ് 2016 O രാജഗോപാൽ BJPക്ക് വേണ്ടി ആദ്യമായി നിയമസഭയിലേക്ക് അക്കൗണ്ട് തുറന്നത് എന്ന് LDF ആരോപിച്ചിരുന്നു. പുതിയ നേമം നിയോജക മണ്ഡലത്തിൽ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് നടന്നത്. 3 തവണയും LDF സ്ഥാനാർത്ഥിയായി വി ശിവൻകുട്ടി തന്നെയായിരുന്നു രംഗത്തിറങ്ങിയത്. 2011 O രാജഗോപാലിനെ തോൽപ്പിച്ച ശിവൻകുട്ടി 2016 O രാജഗോപാലിനോട് അടിയറവ് പറയേണ്ടി വന്നു. BJPയുടെ ഈ വിജയം 5 വർഷം CPMനെ വേട്ടയാടുകയായിരുന്നു. എന്നാൽ 2021 രാജഗോപാലിന് പകരം മത്സരിച്ച കുമ്മനം രാജശേഖരനെ തോൽപ്പിച്ച് BJP അക്കൗണ്ട് ശിവൻകുട്ടി പൊട്ടിച്ചു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞതായിരുന്നു BJPയുടെ പ്രതീക്ഷ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് രണ്ടാമതെത്തിയ രാജീവ് ചന്ദ്രശേഖറിനെ നേമത്ത് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യവും BJPക്ക് ഉണ്ടായിരുന്നില്ല. ആദ്യ 2 തെരഞ്ഞെടുപ്പിലും ഘടകകക്ഷിക്ക് നൽകാതെ കോൺഗ്രസ് മത്സരിച്ചിരുന്നെങ്കിൽ നേമത്തെ ഫലം മറ്റൊന്നാകുമായിരുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. 2011 17.4%, 2016 9.7% മാത്രം വോട്ട് കിട്ടിയ UDF 2021 സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തതോടെ വോട്ട് വിഹിതം 25% കഴക്കൂട്ടത്ത് കടകംപള്ളിയെ വീഴ്ത്തിയാണ് വി മുരളീധരൻ കുതിച്ചു പാഞ്ഞത്. ചാത്തന്നൂരിൽ BB ഗോപകുമാറും പ്രതീക്ഷകൾ കൈവിട്ടില്ല. അവസാന റൗണ്ട് വരെ നീണ്ട മത്സരത്തിനൊടുവിലായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ ജയം.
ലീഡ് മാറി മറിഞ്ഞ കഴക്കൂട്ടത്ത് കടകംപള്ളി ജയമുറപ്പിച്ചിരുന്നപ്പോഴാണ് ആന്റി ക്ലൈമാക്സിൽ വി മുരളീധരന്റെ ചിരി തെളിഞ്ഞത്. എക്സിറ്റ് പോളിൽ ബി.ജെ.പിക്ക് 14 വരെ സീറ്റുകൾ പ്രവചിച്ചിരുന്നെങ്കിലും 3 സീറ്റുകൾ തന്നെ ബി.ജെ.പിക്ക് വലിയ നേട്ടമാണ്. പാലക്കാട്, മലമ്പുഴ, ആറ്റിങ്ങൽ, കാസർഗോഡ്, മഞ്ചേശ്വരം, തിരുവല്ല മണ്ഡലങ്ങളിൽ രണ്ടാമതെത്തി. പുതിയ അധ്യക്ഷന്റെ വികസിത കേരളം ക്യാമ്പയിൻ ഹിറ്റായി എന്ന് ചുരുക്കം. ഒപ്പം ഭരണവിരുദ്ധ വികാരത്തിന്റെ പങ്കും ലഭിച്ചു. പിടിച്ച 3ഉം ഇടത് സീറ്റുകളാണെന്നതാണ് മറ്റൊരു പ്രത്യേകത. 2020യും BDJS മങ്ങിപ്പോയത് NDAക്ക് തിരിച്ചടിയായി. സ്വാധീന സീറ്റുകളിൽ നിലം തൊട്ടില്ല. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് തിരുവല്ലയിലടക്കം നേട്ടമായെന്നാണ് വിലയിരുത്തൽ. വോട്ട് ശതമാനം പ്രതീക്ഷിച്ച നിലയിലേക്ക് എത്തിയില്ല. പക്ഷേ 3 എന്ന മാജിക് നമ്പർ ബാക്കി നെഗറ്റീവുകളെല്ലാം മായ്ക്കും. ഇത് 3ാം ചേരിയുടെ ഉദയമെന്ന് BJP അടിവരയിട്ട് പറയുന്നുണ്ട്.